ഹലോ ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാൽ എന്നും വിചാരിക്കാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമെന്ന്. കാരണം യൂട്യൂബിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത്യാവശ്യം വ്യൂസും കിട്ടാറുണ്ട്. പക്ഷേ എപ്പോഴും ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചാൽ അന്നൊന്നല്ല ഞാൻ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എടുത്ത് വെച്ചത് തിങ്കളാഴ്ചയാണ്. ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച. ഇന്ന് ഏതായാലും ഞാനും ഉണ്ണേട്ടനും കൂടി കൊല്ലത്തേക്ക് പോവാണ് കേട്ടോ. അമ്മച്ചൻ്റെ അടുത്തേക്കാണ് പോകണേ. അപ്പോൾ ഞാൻ മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്താണ് അമ്മച്ചനും അച്ഛനൊക്കെ വർക്ക് ചെയ്യുന്നത്. പാലത്തിൻ്റെ കോൺട്രാക്ട് വർക്കാണ്. അപ്പം ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമുക്ക് മോനായതിനു ശേഷം നമ്മളിതുവരെ പോയിട്ടില്ല അങ്ങോട്ടൊന്നും. ചോറൂണൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മളെന്തായാലും പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ അനിയനെയും കൂട്ടി പോകാമെന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഉണ്ണേട്ടനൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഇരുത്തേ ആയിട്ടുള്ളൂ. അപ്പം ഒരു ദിവസം ലീവാണ്, പിന്നെ ചൊവ്വാഴ്ച ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ണേട്ടൻ പോരാന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ണേട്ടൻ എൻ്റെ മടിയിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ്. മൂപ്പർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ട്രെയിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ണേട്ടൻ കുറേ അവനെ വെച്ച് ഓരോന്ന് കളിക്കുന്നവനെ കളിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നപ്പോൾ ഒരു ജഗപ്പൊക്കെ ആയിരുന്നു. നമുക്ക് രണ്ടുപേർക്കും വേറെ സ്ഥലത്താണ് സീറ്റ് കിട്ടിയത്. രാജധാനിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വീട്ടുകാരെ കണ്ട് പറഞ്ഞപ്പം B7 ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ കാശുമാന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടിയായ നമുക്കറിയാമല്ലോ, കളിപ്പാട്ടം മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന മാതിരി എല്ലാ സാധനവും എടുക്കണം. അപ്പോൾ കളിപ്പാട്ടൊക്കെ അവന് വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ നല്ല കളിയിലാണ്. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് അവൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ പാൽ കൊടുത്ത് തുറക്കണം. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ട്രെയിനിൽ തന്നെ നമുക്ക് ഒരു ട്രെയിനിൽ കുറച്ച് സാധനങ്ങളോ ചായ പിന്നെ സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു സാധനം കഴിച്ചപ്പോൾ ഞാൻ തിന്നാണോ തുപ്പാണോ എന്നുള്ള, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റില്ല. നമുക്ക് പുറത്ത് നമ്മൾ ഡൽഹി ഭാഗത്തേക്കുള്ള ടേസ്റ്റായിരുന്നു, നമുക്ക് പിടിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ അത് ഇറക്കി ഒരു വിധത്തിൽ. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ചായയൊക്കെ മിക്സ് ചെയ്ത് ചായ ഒന്ന് കുടിച്ച് നോക്കിയപ്പോൾ കടുപ്പം ചായ അല്ലായിരുന്നു, കോഫി ആയിരുന്നു. കോഫിയിൽ കടുപ്പം കുറച്ച് കൂടിപ്പോയി. ഒരു കുഞ്ഞ് പാൽപ്പൊടിൻ്റെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോരായിരുന്നു. പിന്നെയും പോയി 2 പാക്കറ്റ് പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ഒന്ന് സെറ്റായിട്ടോ. ഇതാണ് കേട്ടോ ആ സ്നാക്ക് ട്രെയിൻ. നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ച് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്, ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് പോയി വാങ്ങി കൊണ്ടുവന്നു. ആദ്യം ഒന്നും കൂടി മിക്സ് ചെയ്യാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ണേട്ടൻ തന്നെ ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ കുറേ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ ബാഗിലിട്ടെന്ന് വണ്ടിയിൽ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബേബി ഇതവിടെ നല്ല ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ ഉറങ്ങിയൊക്കെ നീറ്റപ്പോൾ പിന്നെ അച്ഛനും മോനും വീണ്ടും കളി തുടങ്ങിയിട്ട് കുറേ നേരം അങ്ങനെ കളിച്ചു. പിന്നെ നമ്മളവിടെ എത്തിയത് 11 മണിയാകുമ്പോഴാട്ടോ അവിടെ എത്തിയത്. പിന്നെ ഒരു ഓട്ടോയ്ക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി പിന്നെ വീഡിയോസ് എടുക്കാനും മറന്നു. ഇത്രയും വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓർമ്മ വരികയാണെങ്കിൽ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ബൈ.